നമസ്തേ. സനാതന ധർമ്മമാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ഞായറാഴ്ചയും നടത്തി വരാറുള്ള കഥാർണവം, കഥയുള്ള കഥകൾ, അതിൻ്റെ 9ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാശിവരാത്രി ആഘോഷിക്കുകയാണല്ലോ ഇന്ന് എല്ലാവരും. കാളകൂട വിഷം ലോക നന്മയ്ക്കായി വിഴുങ്ങിയ ഭഗവാൻ പരമേശ്വരന് ആപത്ത് സംഭവിക്കാതിരിക്കാൻ പാർവതീദേവി ഉറക്കമിളച്ചിരുന്ന് പരമേശ്വരനെ ശുശ്രൂഷിച്ച ദിവസമാണ് മഹാശിവരാത്രി. ലോക രക്ഷാർത്ഥം ആ ഭക്തപ്രിയൻ ചെയ്ത ത്യാഗമാണ് ഇന്നിവിടെ അനുസ്മരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭക്തവത്സലനായ ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ ഒരു ഋഷിയുടെ കഥയാണ് പറയുന്നത്. മാർക്കണ്ഡേയ മഹർഷി, പുരാണപ്രസിദ്ധനായ അദ്ദേഹം ദേവന്മാർക്ക് പോലും ബഹുമാന്യനായി ഭവിച്ച ഒരു ഋഷിയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ കഥ, അല്ലെങ്കിൽ മാർക്കണ്ഡേയ മഹർഷിയായ കഥ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മൃഗണ്ഡു മഹർഷിയുടെ പുത്രനാണ് മാർക്കണ്ഡേയൻ. മൃഗണ്ഡു മഹർഷിക്കും ഭാര്യയ്ക്കും അനേക കാലം പുത്രൻ അല്ലെങ്കിൽ പുത്രി ഒന്നും ഉണ്ടായില്ല. അനവത്യ ദുഃഖം അനുഭവിച്ച് ദുഃഖിച്ച് കഴിഞ്ഞിരുന്ന ദമ്പതിമാരാണ് മൃഗണ്ഡു മഹർഷിയും ഭാര്യയും. അങ്ങനെ ഒരു പുത്രനുണ്ടാകണം എന്നുള്ള തീവ്രമായ അഭിലാഷം അവരുടെ മനസ്സിൽ കൂടിക്കൂടി വന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു സാക്ഷാൽ ഭഗവാൻ പരമേശ്വരനെ തപസ് ചെയ്യാമെന്ന്. അങ്ങനെ സന്താനലാഭത്തിന് വേണ്ടി മൃഗണ്ഡു മഹർഷി വളരെ കാലം ഭഗവാൻ പരമേശ്വരനെ തപസ് ചെയ്തു. തപസ്സിൻ്റെ ഫലമായിട്ട് അദ്ദേഹം മൃഗണ്ഡു മഹർഷിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മൃഗണ്ഡു മഹർഷി പറഞ്ഞു, എനിക്ക് ഒരു പുത്രനെയാണ് ആവശ്യം. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതിന് ഒരു പുത്രനെ അങ്ങ് തന്നാലും എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ദുർപുത്രനെയാണോ അങ്ങേക്ക് വേണ്ടത്, കേവലം 16 വയസ്സ് വരെ മാത്രം ജീവിച്ചിരിക്കുന്ന സത്പുത്രനെയാണോ അങ്ങേക്ക് വേണ്ടത്? അങ്ങ് ആലോചിച്ചു മറുപടി പറയാൻ പറഞ്ഞു. ഭാരതീയ സംസ്കൃതിയുടെ അടിത്തറ തന്നെ ധർമ്മത്തിൽ ഊന്നിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പരമ്പരയിൽപ്പെട്ട ഋഷിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ദുർപുത്രനെ അല്ല എനിക്ക് വേണ്ടത്, എൻ്റെ മകൻ 16 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ മതി, പക്ഷെ അവൻ സത്തായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു പുത്രനെ തരാനായിട്ട് മൃഗണ്ഡു മഹർഷി പരമേശ്വരനോട് അപേക്ഷിച്ചു. അപ്പം അങ്ങനെ അവർക്ക് ഒരു പുത്രൻ ജനിച്ചു. മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. ബാല്യത്തിൽ തന്നെ മാർക്കണ്ഡേയന് വേദശാസ്ത്രാദികളെല്ലാം സ്വയം തോന്നിത്തുടങ്ങി. ആ കുട്ടിയുടെ സുഖകരമായ പെരുമാറ്റം ഗുരുജനങ്ങളെയെല്ലാം വളരെയധികം സന്തോഷിപ്പിച്ചു. എങ്കിലും ബാലൻ്റെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം മാതാപിതാക്കന്മാരുടെ ദൃഷ്ടികളിൽ ഒരു വിഷാദഛായ പടർന്നു വന്നു. എത്ര സമർത്ഥനായിരുന്നാലും 16 വയസ്സ് വരെ മാത്രമേ ആയുസുള്ളൂ എന്ന വിവരം മാതാപിതാക്കൾ കുട്ടിയിൽ നിന്ന് മറച്ചും വെച്ചിരുന്നു. ഒരിക്കൽ ഈ കുട്ടിയുടെ ചേഷ്ടകൾ കണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതിനിടയിൽ അച്ഛനമ്മമാർ കരയുന്നത്, അവരുടെ കണ്ണുകൾ നിറയുന്നത് മാർക്കണ്ഡേയൻ കണ്ടു. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് കാരണം? ആ ബാലൻ ചോദിച്ചു. മറ്റ് ഗത്യന്തരമില്ലാതെ അച്ഛൻ കണ്ണുനീരോടുകൂടി സകല വിവരവും പറഞ്ഞു കേൾപ്പിച്ചു. അന്നു മുതൽ ഭഗവാൻ പരമേശ്വരനാണല്ലോ ഇങ്ങനെ ഒരു വരത്താൽ തനിക്ക് ജന്മം തന്നത്, അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ പ്രീതിപ്പെടുത്താമെന്ന് തീരുമാനിച്ച് ജടാവൽക്കലധാരിയായി തപസ്സാരംഭിച്ചു. വ്രതനിഷ്ഠയിൽ മുഴുകി. അങ്ങനെ
മകന് 16 വയസ്സ് അല്ലെങ്കിൽ മാർക്കണ്ഡേയന് 16 വയസ്സ് തികയുന്ന ദിവസം എത്തിച്ചേർന്നു. കാലദൂതന്മാർ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായിട്ട് വരാൻ തയ്യാറായെങ്കിൽ അവർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചു. അത്രയും തപശക്തി അദ്ദേഹം ആർജിച്ചിരുന്നു അപ്പോഴേക്കും. അതുകൊണ്ട് സാക്ഷാൽ യമധർമ്മൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എത്തി. ഈ സമയം ശിവലിംഗത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് മാർക്കണ്ഡേയൻ ഭഗവാൻ പരമേശ്വരനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാനോട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ശിവലിംഗത്തെ ആലിംഗനം ചെയ്ത് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. കാലൻ എത്തി. കാലപാശം മാർക്കണ്ഡേയൻ്റെ കഴുത്തിലേക്ക് എറിഞ്ഞ സമയത്ത് ഈ ശിവലിംഗത്തെയും കൂടി ചുറ്റിയാണ് കാലപാശം വീണത്. അങ്ങനെ കുപിതനായ ഭഗവാൻ പരമേശ്വരൻ ആ ശിവലിംഗത്തിൽ നിന്നും പരമേശ്വരൻ്റെ ചൈതന്യം പുറത്തു വന്ന് തൻ്റെ ഭക്തനെ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ തയ്യാറായ കാലനെ, യമധർമ്മനെ വധിച്ചു. അങ്ങനെ കാലനില്ലാതെയായി. കാലനില്ലാത്ത കാലത്തെക്കുറിച്ച് കുഞ്ചൻനമ്പ്യാർ പാടിയിട്ടുള്ളത് ഈ കഥാ സന്ദർഭത്തെ കോർത്തിണക്കിക്കൊണ്ടാണ്. അപ്പം അങ്ങനെ മൃത്യുഞ്ജയൻ എന്നുള്ള പേരും കാലകാലൻ എന്നുള്ള പേരും ഭഗവാൻ പരമേശ്വരന് ഈ സന്ദർഭത്തിൽ ലഭിക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് കാലനെ അദ്ദേഹം പുനർജീവിപ്പിച്ചു, യമധർമ്മനെ പുനർജീവിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുത. അങ്ങനെ മാർക്കണ്ഡേയനെ അദ്ദേഹം അനുഗ്രഹിച്ചു. തന്നോടുള്ള അദമ്യമായ ഭക്തിയാൽ എന്നെന്നും 16 വയസ്സായി ഇരിക്കാൻ, അങ്ങനെ ചിരഞ്ജീവിയായിരിക്കാൻ ഭഗവാൻ പരമേശ്വരൻ മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുകയുണ്ടായി. ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം ലഭിച്ച മാർക്കണ്ഡേയൻ അനേകം കോടി വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന്, ഇപ്പോഴും ജീവിക്കുന്നുവെന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നിരവധി കഥകൾ പുരാണത്തിൽ പറയുന്നുണ്ട്. മാർക്കണ്ഡേയ മഹർഷിയെക്കുറിച്ച് അചഞ്ചലമായ മനസ്സിനുടമയാണ് മാർക്കണ്ഡേയ മഹർഷി. പ്രളയം പോലും അദ്ദേഹത്തിന് മുമ്പിൽ നിഷ്പ്രഭമായി തീരുന്നതായിട്ടുള്ള കഥകൾ പുരാണത്തിലുണ്ട്. അപാരമായ മനഃശക്തി ഉള്ള അദ്ദേഹത്തെ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മനഃശക്തിയെ, ഇന്ദ്രിയ നിയന്ത്രണ ശക്തിയെ ഇന്ദ്രാദി ദേവന്മാരാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ആ പരീക്ഷണത്തിലൊക്കെ അദ്ദേഹം വിജയിച്ചു എന്ന് മാത്രമല്ല, ഭഗവാൻ മഹാവിഷ്ണുവിന് പോലും പൂജ്യനായ, ദേവന്മാർക്ക് പോലും പൂജ്യനായ ഒരു ഋഷിയാണ് മാർക്കണ്ഡേയ മഹർഷി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനശക്തി അപാരമായി തീർന്നു ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്. ഏതായാലും സന്താനങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പുത്രന്മാർ എങ്ങനെയിരിക്കണം? അനേകകാലം ദുർബുദ്ധിയായിരിക്കുന്നതാണോ നല്ലത്, കുറച്ചു കാലം സദ്ബുദ്ധിയായിരിക്കുന്നതാണോ നല്ലത് എന്നുള്ള ചിന്ത, അതിലെന്ത് തീരുമാനമെടുക്കണം എന്ന് മൃഗണ്ഡു മഹർഷി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഭഗവത് പ്രസാദത്താൽ ആയുസ് പോലും ദീർഘമായി തീർന്ന ഒരു കഥയും ഇവിടെ നിന്ന് നമുക്ക്, ഗുണപാഠവും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭഗവത് ഭക്തിയുണ്ടെങ്കിൽ അത് ആയുസ്സിനെ പോലും പ്രദാനം ചെയ്യാൻ പോകുന്നതാണ് എന്ന സന്ദേശം ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കഥയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ മഹാശിവരാത്രി ദിനം എല്ലാവർക്കും ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.